രാജ്യത്ത് കന്നുകാലി കശാപ്പ് നിരോധിച്ചു. ഏറ്റവും ഗൗരവമായ വാർത്ത. ഇതിന്റെ വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്ക് കയറുന്നതും പശുവിറച്ചിയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന പല വിധത്തിലുള്ള പരാതികളും പരിഭവങ്ങൾക്കുമിടയിലാണ് കേന്ദ്രം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ഏത് വകുപ്പാണ് ഇത് പ്രഖ്യാപിച്ചത്? എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, വളരെ ദുരൂഹത ഉണർത്തുന്ന ഒരു വിജ്ഞാപനമാണ് ഇപ്പോൾ ദേശീയ ആനിമൽ വെൽഫെയർ ബോർഡിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നത്. വിജ്ഞാപനമായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കന്നുകാലികളെ കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് വിജ്ഞാപനം പറയുന്നത്. അതായത് 1962 മൃഗസംരക്ഷണ ബില്ലിൽ, മൃഗസംരക്ഷണ ഉത്തരവിലാണ് ചെറിയ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. കന്നുകാലികളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് കന്നുകാലികളെ കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു തിരുത്തൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അതായത് ഇറച്ചി വിപണന കേന്ദ്രങ്ങളിലേക്ക് കന്നുകാലികളെ കൈമാറരുത് എന്നാണ് ആ വിജ്ഞാപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വിജ്ഞാപനത്തിന്റെ മറ്റു നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇനി കന്നുകാലികളെ അറവുശാലകൾക്ക് കൈമാറാൻ പറ്റില്ല. കർഷകർക്ക് മാത്രമേ, പ്രത്യേകിച്ച് കന്നുകാലി കർഷകർക്ക് മാത്രമേ അവയെ വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയുകയുള്ളൂ. കന്നുകാലി മാർക്കറ്റുകൾ പോലും ഒരു മജിസ്ട്രേറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്തതായിരിക്കണം. അന്തർദേശീയ പാതയിൽ നിന്നും 50 കിലോമീറ്റർ ഉള്ളിലേക്കും സംസ്ഥാന പാതയിൽ നിന്ന് 25 കിലോമീറ്റർ മാറിയും വേണം ഇനി ഇത്തരത്തിലുള്ള പൊതു ചന്തകൾ ഉപയോഗിക്കാൻ. കന്നുകാലികളെ മറ്റ് ആവശ്യങ്ങൾക്ക്, മറ്റു ദുരുപയോഗങ്ങൾക്ക് കൊണ്ടുപോകുന്നത് തടയുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കന്നുകാലികളെ കൊണ്ടുപോകുന്നതിന് പോലും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വേണം. അത് സംസ്ഥാനം നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയയും ഈ വിജ്ഞാപനത്തിൽ ദേശീയ ആനിമൽ വെൽഫെയർ ബോർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള കന്നുകാലി സംരക്ഷണം, കാർഷികം അടക്കമുള്ള വിഷയങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം അടക്കമുള്ളവ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പശു സംരക്ഷണം എന്ന പേരിലൊക്കെ ഓരോ സംസ്ഥാനങ്ങൾ അതാത് നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നത്. ഇത് പാസ്സാക്കാത്ത സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ അവിടെ കൂടിയുള്ള കന്നുകാലി കച്ചവടങ്ങൾ ഈ അറവുശാലകൾ നിർത്തലാക്കുക എന്നതാണ് ഈ ഉത്തരവ് കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഈ BJPയുടെയും സംഘപരിവാർ സംഘടനകളും പശു സംരക്ഷണത്തിന്റെ പേരിൽ രാജ്യത്ത് കൂട്ടുന്ന അതിക്രമങ്ങൾ, ഇത് സംസ്ഥാനത്തിന് നേരെ അവർ ഇതിന്റെ പേരിൽ പല തരത്തിലുള്ള അതിക്രോശങ്ങൾ ഉയർത്തിയിട്ടുമുണ്ട്. പലരും അത്തരത്തിലുള്ള ഉയർത്തിയിട്ടുമുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേക സാമൂഹിക അന്തരീക്ഷത്തിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ട് പോയിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് കേന്ദ്രം തന്നെ കടന്നു കയറുകയാണ് ഈ ഉത്തരവിലൂടെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. അതായത് യോഗി ആദിത്യനാഥ് UPയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും അറവുശാലകൾക്കെതിരെ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയതുമായ സംഭവം നാം ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗോവധ നിരോധനം എന്ന BJPയുടെ അജണ്ട ഒരുപക്ഷെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഈ കന്നുകാലി കശാപ്പ് നിരോധനം എന്ന് വേണ്ടേ കാണാൻ, ശ്രീ സന്തോഷ്? അജിംഷാദ്, അങ്ങനെ നമുക്ക് കരുതാം. കാരണം സംസ്ഥാനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കേണ്ടതും സംസ്ഥാനം തന്നെയാണ്. അല്ലാതെ പൊതുവായി ഏതെങ്കിലും ഒരു വകുപ്പോ കേന്ദ്ര സർക്കാരോ ഇതിൽ കൈകടത്താറില്ല. എന്നാൽ തീർച്ചയായും ഇപ്പോൾ BJP നേതാവ് VV രാജേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ VV രാജേഷ്, കേൾക്കാമോ? രാജ്യത്ത് കന്നുകാലി കശാപ്പ് നിരോധിച്ചിരിക്കുന്നു. ഞാൻ ഓർഡർ വായിച്ചില്ല. ഇപ്പൊ ചാനലുകളിൽ നിന്ന് വിളിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് കന്നുകാലി കശാപ്പല്ല, പരിസ്ഥിതി മന്ത്രാലയത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ചില കാര്യങ്ങൾ, പരിസ്ഥിതിക്ക് ദോഷം വരുന്ന ചില കാര്യങ്ങളിൽ പരിസ്ഥിതി മന്ത്രാലയം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് നിയമവിരുദ്ധമായി യാതൊന്നുമില്ല എന്നും സംസ്ഥാനങ്ങളുടെ അധികാരത്തിലൊന്നും യാതൊരു തരത്തിലും കൈകടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അല്ല രാജേഷ്, അതായത് ഒന്നാമത് ഓർഡിനൻസിലൂടെയാണ് കാര്യങ്ങൾ എല്ലാം പുറത്തിറക്കുന്നത്. മോദി സർക്കാർ ഓർഡിനൻസ് സർക്കാരാണ് എന്നൊക്കെ പ്രതിപക്ഷം പറയുന്നുണ്ട്. അത്തരം നമുക്കത് ടച്ച് ചെയ്യേണ്ട. ഇവിടെ ഗൗരവമായൊരു കാര്യം, ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട്, ഉദാഹരണത്തിന് ബീഹാറിലുള്ള നിയമമല്ല കന്നുകാലി കശാപ്പുമായി ബന്ധപ്പെട്ട് യുപിയിലുള്ളതല്ല അസമിലുള്ളത്, അസമിലുള്ളതല്ല ഗോവയിലുള്ളതല്ല ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ളത്. ഓരോ സംസ്ഥാനത്തിനും അതാത് പ്രദേശങ്ങളിലെ അധികാരങ്ങളാണുണ്ട്. ചിലയിടത്ത് പോത്ത്, എരുമ അടക്കമുള്ളവയെ കശാപ്പ് ചെയ്യാനാകില്ല. ചിലയിടത്ത് പശുവിനെയും കാളയും മാത്രമാണ് കശാപ്പ് ചെയ്യാൻ പറ്റാതെ ഉള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ അധികാരമാണതെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണ് എങ്കിൽ
ഇപ്പോൾ കന്നുകാലികളെ രാജ്യത്ത് കശാപ്പ് ചെയ്യുന്നത് നിരോധിക്കുക വഴി BJPയുടെ ഗോവധം എന്ന ആ രഹസ്യ അജണ്ട എല്ലാവർക്കും മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം. അതിന് മറുപടി പറയൂ BJP വക്താവ് VV രാജേഷ്. ആരോപണങ്ങളൊക്കെ നിങ്ങൾ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കും. അത് പ്രശ്നമല്ല. ആരോപണങ്ങളല്ല ഇവിടുത്തെ വിഷയം. അതായത് താങ്കൾക്ക് തന്നെ അറിയാമായിരിക്കും, വടക്കേ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ കൗ ബെൽറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനനുസരിച്ചുള്ള തീരുമാനമാണ്, അവിടുത്തെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ചുള്ള തീരുമാനമാണ് ഏത് ഗവൺമെന്റ് ആയാലും. കോൺഗ്രസ് നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴാണല്ലോ ഗോവധ നിരോധന നിയമം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1959 കൊണ്ടുവരുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം അനുസരിച്ചാണ് അതാത് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാൽ അതേ സാഹചര്യം കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഏതൊരു ഗവൺമെന്റ്, കേരളത്തിൽ അതേസമയം കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് മുതൽ ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നിട്ടില്ല. കാരണം കേരളത്തിന്റെ പശ്ചാത്തലമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ സംസ്ഥാനങ്ങളും നിലവിലുള്ള പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ചാണ് അതാത് സംസ്ഥാനങ്ങൾ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. എന്തായാലും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് ചില തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. അതിൽ കൊണ്ട് തന്നെയാണ് തീരുമാനമെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ശ്രീ VV രാജേഷ്, ഇതിന്റെ അപകടം എന്നത് കേരളത്തിലും ഗോവയിലും അടക്കം. അതായത് ഗോവയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പരീഖർ പറഞ്ഞത് നമുക്കറിയാമല്ലോ. അതായത് ഞാൻ ദില്ലിയിൽ അതിനു മുമ്പ്, ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ ദില്ലിയിലെ ഭക്ഷണം എനിക്ക് പോരാ, എനിക്ക് ശരിയല്ല, എൻ്റെ വെയിറ്റ് കുറയുന്നു, ഇവിടേക്ക് എത്തണം. അതിന് പശു ഇറച്ചി ഭക്ഷണം, ബീഫ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അന്നുണ്ടായതാണ്, വലിയ ചർച്ചകൾ അന്നുണ്ടായതാണ്, വിവാദമല്ല. അങ്ങനെയാണെങ്കിൽ രാജേഷ്, അതിൻ്റെ അർത്ഥം അതായത് ഇവിടെ കേരളത്തിലടക്കം, താങ്കൾ നിൽക്കുന്ന കേരളത്തിലടക്കം ബീഫ് കഴിക്കാനാകില്ല, ബീഫിനായി ഇറച്ചി മേടിക്കാനാകില്ല. അതായത് കന്നുകാലികളെ, അതായത് പശു, ഒട്ടകം, എരുമ എന്നിവയെ കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനാകൂ എന്നാണ് ഈ ഓർഡിനൻസ് പറയുന്നത്. രാജേഷ്, അതിന്റെ അപകടം അല്ല, ഇപ്പുറത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾ ചോദ്യം ചോദിച്ച് താങ്കൾ ചോദിച്ച് താങ്കൾ മനോഹർ പരീക്കർ പശു ഇറച്ചി കഴിക്കും എന്ന തരത്തിൽ ഉൾപ്പെടെ യാത്ര അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സാഹചര്യത്തിലേക്ക് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ മുതിരണ്ട. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ മുതിരണ്ട. ഇവിടെ ഈ ആക്ച്വലി ഈ ഓർഡിനൻസ് എനിക്ക് ഡീറ്റെയിൽ പരിശോധിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ യാത്രയിലാണ്. അതുകൊണ്ട് എനിക്ക് ഫോൺ വഴി കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിലോട്ട് പോകാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും തന്നെ ഒരുപാട് മാംസഭക്ഷണം കഴിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിൽ അത് നിരോധിക്കാനൊന്നും ഒരു ഗവൺമെന്റിന് സാധിക്കില്ല. പ്രത്യേകിച്ച് BJP ഗവൺമെന്റ് ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങൾ യാതൊരു കാരണവശാലും കൈകടത്തുകയുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ചില ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടാകും. അത് തീർച്ചയായിട്ടും നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഇതുവരെയുള്ള സാഹചര്യം നോക്കി ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പോൾ മലപ്പുറം തെരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ അന്ത BJP സ്ഥാനാർത്ഥി പറഞ്ഞത് നമുക്കറിയാം, എല്ലാവർക്കും നല്ല 1 കിലോ ബീഫ് നൽകുമെന്ന്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ BJP ഘടകത്തിലെ പ്രമുഖ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ VV രാജേഷ്, ഈ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഈ ഉത്തരവ്, ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ ഉത്തരവ് പ്രകാരം ഇവിടെ ബീഫ് ഉണ്ടാകില്ല. കാരണം പശുവിനെയോ എരുമയെയോ ഒട്ടകത്തെയോ ഒട്ടകത്തെ ഇവിടെ ആർക്കുന്നില്ല എങ്കിൽ പോലും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന BJPയുടെ നിലപാടെന്ത് ഈ വിഷയം, ഈ ഉത്തരവിൽ? ഈ ഒരു 2 ലൈനിന്റെ വെളിച്ചത്തിൽ മലപ്പുറം തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ BJP സ്ഥാനാർത്ഥി പറഞ്ഞതാണ്. അതൊക്കെ ഒരു വോട്ട്, തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യം പറഞ്ഞു, അതിനകത്ത് അന്ന് തന്നെ ആവശ്യത്തിലധികം നമ്മൾ പ്രാധാന്യം കൊടുത്തു. ഞാനിപ്പോ നമുക്ക് ഈ ഉത്തരവ് ചർച്ച ചെയ്യാം. അതായത് ഉത്തരവ് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും, അല്ല കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഒരു ഗവൺമെന്റും ഇടപെടാൻ സാധിക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റിനും ഇടപെടാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാവുകയില്ല. ഇത് മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് സർക്കുലർ. അപ്പോൾ ഈ ഉത്തരവിനെ BJP എങ്ങനെ കാണുന്നു? കേരള സംസ്ഥാനം അത് അനുസരിക്കേണ്ടതില്ല, ബീഫ് നമുക്ക് യഥേഷ്ടം ലഭിക്കും എന്നാണോ? ശ്രീ രാജേഷ് കേൾക്കാമെങ്കിൽ. അല്ല അങ്ങനെയല്ല. അല്ല, നിങ്ങള്
ശ്രീ രാജേഷ് ദയവായി നിലനിൽക്കൂ, പോകരുത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, രാജ്യത്ത് കന്നുകാലി കശാപ്പ് നിരോധിക്കുന്നു, അങ്ങനെ ഒരു ഉത്തരവ് പരിസ്ഥിതി മന്ത്രാലയം ഇറക്കി, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കേൾക്കാമെങ്കിൽ. ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവല്ല. കാരണം വെച്ചാൽ നമ്മുടെ ഹലോ കേൾക്കാവോ? കേൾക്കാം. ഇത് തീർച്ചയായും ഒരു ഏകപക്ഷീയമായ തീരുമാനമാണ്. കാരണം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇങ്ങനെ ഒരു ഉത്തരവിറക്കാനുള്ള ധാർമ്മികമായ അധികാരമില്ല. മാത്രമല്ല സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്റെ കടക്കൽ കൈവയ്ക്കുന്ന ഒന്നാണ്. സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടാതെ അവരോടുള്ള അഭിപ്രായം കേൾക്കാതെ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ഈ രാജ്യത്ത് മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കും. അതുകൊണ്ട് ഇവിടെ സംരക്ഷിക്കേണ്ട മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അനാവശ്യമായി ഇത്തരം നിരോധനങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ വിവിധ തട്ടിലാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയുള്ള BJPയുടെയും മോഡി സർക്കാരിന്റെയും ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം നിരോധനം കൊണ്ടുവരുന്നത്. ഇപ്പൊ നമുക്കറിയാം 4 സംസ്ഥാനങ്ങളിലേക്ക് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ ഇത്തരം ബീഫിന്റെയും അതുപോലെ പശുക്കളുടെയും മറ്റ് മൃഗങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് അതൊക്കെ വർഗീയവൽക്കരിച്ച് അതിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള BJP സർക്കാരിന്റെ ഒരടവ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നിരോധനം. ഇത് സംസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഇപ്പോൾ ഈ ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശരിയാണ്. ഫെഡറൽ നൈതികതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നതിന് ഉദാഹരണമാണിത്. പക്ഷേ ഇവിടെ നമുക്ക് പരിശോധിക്കേണ്ട മറ്റു ചില രാഷ്ട്രീയം കൂടിയില്ലേ? അതായത് യോഗി ആദിത്യനാഥ് UPയിൽ അടുത്തിടെ കശാപ്പ് ശാലകളൊക്കെ നിരോധിക്കുന്നതിലേക്ക് പോയി, കോടതിയിൽ അവിടെ തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഗോവധ നിരോധനം എന്ന രീതിയിലേക്കുള്ള BJPയുടെ ആ പ്യുവർ സവർണ ഫാസിസ്റ്റ് നയം, അതായത് പൊതുവെ പ്രതിപക്ഷം ആരോപിക്കുന്ന ആ നയം, ആ അജണ്ട കൃത്യമായി നടപ്പാക്കാനുള്ള ഒരു ഉത്തരവായി ഇതിനെ കാണാമോ? കൊടിക്കുന്നിൽ, ശ്രീ കൊടിക്കുന്നിൽ, VV രാജേഷ് ഉണ്ടോ? തീർച്ചയായും അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം നമ്മൾ വരാൻ പോകുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുപോലെ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ ഗുജറാത്തിലും മധ്യപ്രദേശിലൊക്കെ തന്നെ ബീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. പശുവിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ തോലുരിയുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് നമുക്കറിയാം. ഉനാ സംഭവം നമ്മളാരും പറഞ്ഞിട്ടില്ല. അതൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടായ സംഭവങ്ങളാണ്. അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി BJP കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു അടവാണിത്. കാരണം ഗുജറാത്തിലൊക്കെ വളരെ അധികം അൺപോപ്പുലറായിട്ട് നിൽക്കുകയാണ് BJP സർക്കാർ. അപ്പൊ അവർക്ക് ഇനി അധികാരം അവിടെ നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെപ്പടിപ്പിടികൾ നടത്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. അതിന് അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ യാതൊരു മടിയുമില്ലാത്ത ഒരു നേതാവാണ് നമ്മുടെ നരേന്ദ്രമോദി നമുക്ക് എല്ലാവർക്കും അറിയാം. ശരി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, വ്യക്തമാണ്. കോൺഗ്രസ് നിലപാടാണ് പുറത്തെത്തിയത്. ഏകപക്ഷീയമായ തീരുമാനം, സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റം, ഇത് അജണ്ട ഫ്ലറിഷ് ചെയ്യാനുള്ള BJPയുടെ കൃത്യമായ നീക്കം. ഇതാണ് കൊടിക്കുന്നിൽ സുരേഷ് നിരീക്ഷിച്ചത്. ഇപ്പോൾ CPIM നേതാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ചേരുന്നു. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, രാജ്യത്ത് കന്നുകാലി കശാപ്പ് നിരോധിക്കുക എന്ന ഒരു ഉത്തരവ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ സാഹചര്യത്തെ എങ്ങനെയാണ് CPIM വിലയിരുത്തുന്നത്? മാസ്റ്റർ, ഗോവിന്ദൻ മാസ്റ്റർ കേൾക്കാമോ? പറഞ്ഞു ശ്രീ ഗോവിന്ദ മാസ്റ്റർ. ഹലോ. കേൾക്കാമോ? പറഞ്ഞു. അതായത് കന്നുകാലി കശാപ്പ് രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് ഒരു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തെത്തുകയാണ് രാജ്യത്ത് മുഴുവൻ. അങ്ങനെ അതിനെ എങ്ങനെയാണ് CPIM കാണുന്നത്? അല്ല, ഇതൊക്കെ വർഗീയമായ ഒരു തലം രാജ്യവ്യാപകമായിട്ട് വികസിക്കുന്ന ഒരു പരീക്ഷണശാലയായിട്ട് ഈ ഇന്ത്യയെ മാറ്റുകയാണ്. എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധവും മതനിരപേക്ഷതയ്ക്ക് അതിന്റെ കഴുത്തിന് കത്തിവെക്കുന്ന നിലപാടുകൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഗവേഷണമാണ്
ഇപ്പോൾ വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രധാനപ്പെട്ട ശക്തികൾ RSSഉം BJPയും ഒക്കെ ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് രാജ്യവ്യാപകമായിട്ട് കന്നുകാലികളെ മുഴുവൻ ഇനി അങ്ങോട്ട് ഇത് UPയിൽ ഗവൺമെന്റ് രൂപീകരിച്ച് BJP അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആരും ഒന്നും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അവിടെ യോഗി നടപ്പിലാക്കിയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അതെ, അത് കുറേയും കൂടി പ്രകോപനപരമായിട്ടാണ് നടപ്പിലാക്കിയത്. ആളുകളെ വലിയ രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ കോടതിയിൽ രാജ്യവ്യാപകമായിട്ട് ഇങ്ങനെ ഒരു പ്രചാരവേല നടത്തിയിട്ട് ഞങ്ങൾ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട വക്താക്കൾ ഇതൊന്നും അനുവദിക്കാൻ പോകുന്നില്ല എന്ന ഒരു ആശയം ഉത്പാദിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്. ഇപ്പോ UP പ്രസിഡന്റിന്റെ അകത്ത് അവസാനം കോടതി ഇടപെട്ടിട്ട് അത് നടപ്പിലാക്കാനായില്ല. അത് നടപ്പിലാക്കാനായില്ല എന്ന കാര്യം നന്നായിട്ട് അറിയുന്നവർ തന്നെ വലിയ പ്രചാരവേലക്ക് വേണ്ടി ഇപ്പോ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് തയ്യാറാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലം ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് ഇടപെടാൻ സാധ്യതയുള്ളതാണ്. അതെ 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 ഗോവിന്ദ മാസ്റ്റർ, അതായത് യോഗി ആദിത്യനാഥും മോഡിയുടെയും ഒക്കെ വികലമായ ആ ഫാസിസ്റ്റ് നയം, ഗോവധ നിരോധനം, ബീഫ് നിരോധനം എന്ന് പറയുന്ന ആ നയത്തെ സാധൂകരിക്കാൻ കോടതിയിൽ നേരിടാനുള്ള ഒരു വലിയ മൂവ്മെന്റ് ആണ്, നീക്കമാണ് ഇത് BJP സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. എന്നാണോ താങ്കൾ നിരീക്ഷിച്ചത്? ഇല്ല, ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണ്. രാജ്യവ്യാപകമായിട്ട് ഇന്ന രീതിയിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഇന്ന ആളുകൾ പറയുന്നത് മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, അതിന്റെ അപ്പുറത്ത് ഒന്നിനെയും ഞാൻ അനുവദിക്കില്ല എന്ന ഫാസിസ്റ്റ് നിലപാടിന്റെ ശരിയായ നിയമപരമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും അത് കോടതി ഇടപെടുമെന്ന് ഉറപ്പുള്ളപ്പോൾ തന്നെ പ്രകോപനപരമായിട്ട് ഈ ഹിന്ദു വർഗീയത തിരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ ദൂരവ്യാപകമായിട്ട് ഫലപ്രദമാക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇപ്പോ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയുന്നതിന് മുമ്പ് പറയാൻ സാധിക്കണമെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒന്നാണോ എന്നുള്ളത് തന്നെ സംശയമായിരിക്കും. അതെ, അതായത് ബീഫ് ഫെസ്റ്റിവൽ അടക്കം നടത്തി അതാ കാര്യം. അതായത് ഇപ്പൊ രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിലുടനീളം എല്ലാ തരത്തിലുള്ള അറവുകളും അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് അത് എത്രത്തോളമാണ് പ്രാവർത്തികമാക്കാനാവുക എന്നുള്ളത് തന്നെ സംശയമാണ്. ഇനി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ ആ സ്വീകരിക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധവുമാണ്, അത് തികച്ചും വർഗീയവുമാണ്. ആ വർഗീയ നിലപാടുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള വലിയ പ്രതിരോധ നിര ഇന്ത്യയിൽ ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഈ ഹിന്ദു വർഗീയത എങ്ങനെ ആളിക്കത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഗവേഷണം നടത്തുമ്പോൾ തന്നെ മറുഭാഗത്ത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്ന ഒരു വശം കൂടി ഇതിനുണ്ട് എന്ന കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ. അതായത് ഈ നീക്കം എന്നത് BJPയുടെ ഫാസിസ്റ്റ് നയത്തിന്റെ പ്രതിഫലനമാണ്. അതായത് മാംസാഹാരം കഴിക്കുന്ന മറ്റ് സമുദായങ്ങളെയും ദളിതരടക്കമുള്ള പശുവിന്റെ തോലൊക്കെ വിറ്റ് ജീവിക്കുന്നവരാണ് ഉത്തരേന്ത്യയിൽ ചില സമുദായങ്ങൾ. അവർക്കടക്കം കൊടുക്കുന്ന സവർണ ഫാസിസ്റ്റ് താക്കീതാണ് ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് എന്നും നിരീക്ഷിക്കാം. ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ. അല്ല, ഫാസിസം അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഫാസിസ്റ്റ് ടെൻഡൻസികളാണ് ഇതൊക്കെ. ഓരോ പ്രവണതകൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വൈകാരിക തലം രൂപപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു രാഷ്ട്രീയ ലാക്കുണ്ട്. ആ രാഷ്ട്രീയ ലാക്ക് എന്ന് പറയുന്നത് വർഗീയത ജനങ്ങളെ വിഭജിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു മാസിനെ ഇവർക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം ഹിന്ദു എന്ന് പറയുന്നത് സവർണ ഹിന്ദുവാണ്. സമാജവും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഉൾക്കൊള്ളുന്ന വർണ്ണ വ്യവസ്ഥക്കകത്തുള്ള ഹിന്ദുവാണ്. അതിനപ്പുറത്തുള്ള ചണ്ടാളരാണ്. അത് പട്ടികജാതിക്കാരി, പട്ടികവർഗക്കാര്, പിന്നോക്ക സമുദായക്കാർ, ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ ഈ പറയുന്ന മാംസങ്ങളൊക്കെ. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഒരു സവർണ മേധാവിത്വത്തിലേക്ക് രാജ്യത്തെ നയിക്കുക കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. കേവലമായിട്ടൊരു ഹിന്ദു വർഗീയവാദ പ്രചാരവേല മാത്രമല്ല, അതിന്റെ പ്രായോഗിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നയം അംഗീകരിക്കലല്ല. ഇത് വളരെ ദൂരവ്യാപകമായിട്ട് ഫലമുളവാക്കുന്ന
ചില പ്രവണതകൾ ഇതിന്റെ പിന്നിലുണ്ട്. RSS ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അവര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ RSSന്റെ ഭാഗമായിട്ടുള്ള വിഭാഗത്തെ ഫലപ്രദമായിട്ട് ഭരണ സംവിധാന ഭാഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരും ഇപ്പോഴും ഈ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളെ ആകെ അണിനിരത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി മുമ്പോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതാണ്, അതായത് ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള ക്രാന്തദർശിത്വത്തോടുകൂടി ബീഫ് ഫെസ്റ്റ് നടത്തി ഇതിനെയൊക്കെ പ്രതിരോധിച്ച ആശയ സംഘടനയിൽ വരുന്ന വ്യക്തി കൂടിയാണ് താങ്കൾ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ ക്രാന്തദർശിത്വം യഥാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു എന്നത് കൂടിയാണ് ഈ കന്നുകാലികളെ മുഴുവൻ രാജ്യത്ത് കശാപ്പ് ചെയ്യുന്നത് മുഴുവൻ നിരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നത്. അങ്ങനെ കാണാം ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും കൈകാര്യം ചെയ്യാനോ അതിന്റെ ഭാഗമായിട്ട് പാവപ്പെട്ട പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സഹായിക്കാനോ ഒന്നും ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ജനങ്ങളുടെ ജീവിതത്തിന് നേരെ ഇപ്പോ നമുക്കെല്ലാം അറിയുന്നത് പോലെ റേഷൻ സംവിധാനം തന്നെ തകർന്ന തരിപ്പണമായി. പൊതുവിതരണ സംവിധാനം ആ ശൃംഖല മുഴുവൻ തകർത്തു. അതുപോലെ തന്നെ ആഗോളവൽക്കരണ സാമ്പത്തിക നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചത്. ഇപ്പോഴേ ആളുകൾക്ക് ബാങ്കിങ് സർവീസിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പിഴ ജനങ്ങൾക്കെതിരെ യുദ്ധ പ്രഖ്യാപനം ചെയ്തതുപോലെ SP ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാതലായ ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെക്കാതെ ഇത്തരത്തിൽ വർഗീയമായ വൈകാരികമായ ഭിന്നിപ്പിക്കലാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ തീരുമാനിക്കുന്നതെന്ന് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആദ്യം അവർ പശുവിനെ തേടിയെത്തി, അങ്ങനെ ചിലരെ കൊന്നു, അടിച്ചു കൊന്നു. ഇപ്പോൾ അവർ ഇന്നാ പിടിച്ചോ കന്നുകാലികളുടെ കശാപ്പ് മുഴുവൻ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ നിരീക്ഷിക്കാം ഇതിനെ ശ്രീ ഭാസുരേന്ദ്ര ബാബു? അല്ല, അവര് പശുവിനെ എന്താ പറയാ ആരാധിക്കുകയും അതിനുശേഷം അതിനെ കൊല്ലുന്നത് നിരോധിക്കുകയും ചെയ്യുമ്പോൾ പശു ആരാധന എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ അതുണ്ട് എന്ന വാദമുഖത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് അത്തരമൊരു സമീപനം കൈക്കൊണ്ടത്. ഇപ്പോഴിതാ മറ്റേ കാളയെയും പോത്തിനെയും എന്തിനു ഒട്ടകത്തെ പോലും, ഒട്ടകം ഇന്ത്യൻ അല്ലെങ്കിൽ സംസ്കാരത്തിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലുണ്ട് ശരിക്കും ഹിന്ദു വിശ്വാസ ഘടനയിലോ ഒന്നും വരുന്നൊരു മൃഗമേ അല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പം വിശ്വാസവും സംരക്ഷണവും ഒന്നുമല്ല ഇതിന്റെ പുറകിലെന്ന് വ്യക്തമാകുന്നുണ്ട്. പിന്നെ എന്തായിരിക്കാം കാരണം? എനിക്ക് അത്ഭുതകരമായാണ് തോന്നുന്നത്. ഈ 4 സാധനങ്ങളെ കൊലപാതകം നിരോധിക്കുന്നത്, അതിനെ കൊല്ലുന്നത് നിരോധിക്കുന്നത് വഴി നേരത്തെ സൂചിപ്പിച്ചത്, നിങ്ങൾ തന്നെ സൂചിപ്പിച്ചത് മാതിരി സാധാരണക്കാരുടെ ഭക്ഷണ പദാർത്ഥത്തിന്റെ മേലാണ് കൈവച്ചിരിക്കുന്നത് ഈ സർക്കാർ. അതായത് അവർണ വിഭാഗത്തിന്റെ ഭക്ഷണ പദാർത്ഥങ്ങളായ ഈ ജാതി സാധനങ്ങളെ കൊല്ലരുത് എന്ന് പറയുന്നത് വഴി ആ ഭക്ഷണത്തിന് ബദലായി എന്ന് നൽകുന്നു എന്ന് നമുക്കറിയില്ല. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ മന്ത്രി VS സുനിൽകുമാർ നമ്മോടൊപ്പം ഉണ്ട്. ഭാസുരേന്ദ്ര ബാബു പോകരുത്. ശ്രീ VS സുനിൽകുമാർ, എങ്ങനെയാണ് സംസ്ഥാനം ഇതിനോട് പ്രതികരിക്കുക? അല്ല, ഈ കന്നുകാലി കശാപ്പുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കേണ്ട അധികാരം ഭരണഘടന അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരത്തിന് മുൻ കൈകടത്തുന്നത് ഭരണഘടനാ ലംഘനമാണ്. നമ്മുടെ ഭരണഘടനയിലെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം, കേന്ദ്ര ഗവൺമെന്റുകൾക്കുള്ള അധികാരം, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമുള്ള അധികാരം എന്ന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന സംസ്ഥാനങ്ങൾക്ക് വരുന്ന അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യത്തിന് മുന്നില് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എടുക്കുന്ന ഭരണഘടനാ ലംഘനമാണ്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനകത്ത് വേറെ ലംഘനമുണ്ട്. കാരണം ഒരു നാട്ടില് മാംസാഹാരം കഴിക്കുന്ന ആളുകളുടെ അധികാരം കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തുനിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെന്റ് തുനിഞ്ഞാൽ, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൃഗസമ്പത്ത് തന്നെ അവസാനിക്കും. കാരണം മൃഗങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് വലിയ ഒരു ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു കാര്യമായിട്ട് നിയമവിരുദ്ധ പ്രവർത്തനമായിട്ട് മാറുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടില് വയസ്സായ അച്ഛനമ്മയും നോക്കാത്ത നാടാണ് നമ്മുടെ നാട്. ആ നാട്ടില് കന്നുകാലികൾ, കൃഷിക്കാരെ ഉപയോഗിക്കുന്ന കന്നുകാലികൾ പ്രായം ചെന്നാൽ അവരെന്ത് ചെയ്യാൻ പോകുന്നു? അവരെ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള മനുഷ്യർക്ക് നടക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റിന് മൃഗങ്ങൾക്ക് ഒരുക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഈ മൃഗങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നു? ആ മൃഗങ്ങളെ വളർത്തുന്ന പറ്റുമോനെ? ആ കൃത്യമായി കിട്ടിയില്ലേ?
അപ്പോ മാത്രമല്ല ഇതൊക്കെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് മേലെ കൈകടത്തിലാണ്. ഇത് BJP ഗവൺമെന്റ് തീക്കൊള്ളി കൊണ്ട് തലയുന്ന ഒരു ഗവൺമെന്റ് ഏർപ്പാടായി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ഗൗരവമായി ആലോചിച്ച് ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങളില് ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നാട്. ഇതിനേക്കാൾ വലിയ ഭരണാധികാരികളിലൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ നിഗൂഢമായ താല്പര്യങ്ങളാണ്. RSSന്റെ അജണ്ട നടപ്പാക്കാണ്, ഇവിടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കാണ്. അങ്ങനെയാണെങ്കിൽ സംഘപരിവാർ അജണ്ട ഒളിഞ്ഞിരിക്കുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ ഉത്തരവ് സംസ്ഥാനം എങ്ങനെ അതിജീവിക്കും? അല്ല, അത് സംസ്ഥാന ഗവൺമെന്റ് നിയമപരമായി പരിശോധിച്ച് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ ആദ്യ പ്രതികരണം എന്നതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വലിയ അപകടം ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന തീരുമാനമാണ്. ഇത് നാടിന്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയും കൂടിയാണ്. ഇത് സംസ്ഥാനങ്ങളുമായിട്ട് ആലോചിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷീയമായ തീരുമാനം എടുക്കാൻ പാടുണ്ടോ? ഇത് സംസ്ഥാനങ്ങളുമായിട്ട് ആലോചിക്കേണ്ടത്. ഇതിന് ഇംപ്ലിക്കേഷൻ എന്താണെന്ന് പരിശോധിക്കണ്ടേ? അങ്ങനെ ഇതിന്റെ ഭാഗമായി എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കണ്ടേ? ഇത് നോട്ട് നിരോധനം പോലെ ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണോ? ഇത് ഒരു ഒറ്റ സുപ്രഭാതത്തിൽ കഴിഞ്ഞിട്ട് മുദ്രവെക്കാൻ എന്താണ് അധികാരം? അതിന് കഴിയുന്നത് എങ്ങനെയാണ്? എങ്ങനെ നടപ്പാക്കപ്പെടും? അതാണ് തീർച്ചയായും വ്യക്തമാണ്. മന്ത്രി VS സുനിൽകുമാറാണ് പറഞ്ഞത്. ഇത് ഭരണഘടനാ ലംഘനമാണ്, സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ഇത് ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, എല്ലാ അർത്ഥത്തിലും ഭരണഘടനാ വിരുദ്ധമാണ്. സംസ്ഥാനം നിയമപരമായി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട മാർഗങ്ങൾ ആസൂത്രണം ചെയ്യും കൂടിയാലോചനകൾക്ക് ശേഷം എന്നാണ് മന്ത്രി VS സുനിൽകുമാർ ഈ വിഷയത്തോട് പീപ്പിൾ TVയോട് പ്രതികരിച്ചത്. ശ്രീ ഭാസുരേന്ദ്ര ബാബുവിലേക്ക് തന്നെ പോകുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇതിൽ RSSന്റെ അജണ്ട കൃത്യമായി സംസ്ഥാപിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു മാനം കൂടിയുണ്ട്. അതായത് ഹൈന്ദവ ജനവിഭാഗങ്ങളിൽ ഭൂരിഭാഗം വരുന്നവരും മാംസാഹാരം ഭുജിക്കുന്നവരാണ്. ബംഗാളിലെ ബ്രാഹ്മണരടക്കം മാംസാഹാരം ഉപേക്ഷിക്കുന്നത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരിലെ ഒരു ചെറിയ വിഭാഗവും മാത്രമാണ്. അതായത് വളരെ മൈനോറിറ്റി, ഹിന്ദു സമൂഹത്തിലെ വളരെ മൈനോറിറ്റി മാത്രമാണ് മാംസാഹാരം ഭക്ഷിക്കാത്തവർ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഹൈന്ദവതയ്ക്ക് മേലുള്ള കടന്നുകയറ്റം കൂടി, സവർണാധിപത്യം കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു. അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് വളരെ വളരെ അവിശ്വസനീയമായ ഒരു തീരുമാനമാണ്. പശുവിന്റെ കാര്യം മാത്രം പറയുമ്പോൾ പശുവിനെ ആരെങ്കിലും കൊല്ലുന്നോ ഇല്ലയോ എന്നതല്ല, അതിനെ മുൻനിർത്തി ഒരു ജാതി ധ്രുവീകരണം, ഒരു മത ധ്രുവീകരണം നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നതാണ്. പശുവല്ല പ്രധാനം, മറിച്ച് പശുവിനെ മുൻനിർത്തിയുള്ള ധ്രുവീകരണമാണ് അതേ സംബന്ധിച്ച് BJP പ്രധാനമായി കാണുന്നത്. അതവർക്ക് കഴിയും. പക്ഷെ ഇവിടെ ഏതുതരം ധ്രുവീകരണമാണ്? അജിംഷാദ് ഈ 4 മൃഗങ്ങളെ കൊല്ലരുത് എന്ന് പറയുമ്പം, അങ്ങനെ വരുമ്പം ഒരുപക്ഷെ പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നത് വഴി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ധ്രുവീകരണം വീണ്ടും വണ്ണം ഉണ്ടാകാതിരിക്കുമ്പോൾ മൊത്തത്തിൽ മാംസാഹാരികളെ തന്നെ വിമർശിച്ചുകൊണ്ട് എന്ത് ധ്രുവീകരണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്കതിപ്പോൾ ഉറപ്പാക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം ഇറേഷണൽ ആണ് ഈ ഒരു നിലപാട്. ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് കൂടി വിശദീകരിക്കേണ്ടി വരും. അതിപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനെ ഒന്നും കൊല്ലരുത് തിന്നരുത് എന്നൊന്നുമല്ല, മറിച്ച് കൊല്ലരുത് തിന്നരുത് എന്ന് പറയുമ്പോൾ അതിന്റെ മേൽ നടക്കുന്ന ഒരു വ്യവഹാരമുണ്ടാകും. ചർച്ചകൾ, ബഹളങ്ങൾ, രാഷ്ട്രീയ തർക്കങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സത്യത്തിൽ യഥാർത്ഥത്തിൽ മറ്റെന്തോ പ്രശ്നം ഒഴിവാക്കി നിർത്താനോ മറച്ചു വെക്കാനോ ഒക്കെ ഉള്ള ഒരു ശ്രമത്തിനപ്പുറം ഈ അടിസ്ഥാനരഹിതമായ വിവേകരഹിതമായ ഒരു റാഷണാലിറ്റിയും ഒരു യുക്തിയും ഇല്ലാത്ത ഈ തീരുമാനത്തിന്റെ പിന്നിൽ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ എത്തേണ്ടതുണ്ട്. വിശദാംശങ്ങൾ എത്തേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു ഈ വിഷയത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. അതായത് ഗൗരവമായ വിഷയം, രാജ്യത്ത് മുഴുവൻ കന്നുകാലി കശാപ്പ് ആകെ നിരോധിക്കുന്ന ഒരു ഉത്തരവാണ് വനം പരിസ്ഥിതി മന്ത്രാലയം, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഫാസിസ്റ്റ് അജണ്ടയാണ് എന്നതാണ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ നിരീക്ഷിച്ചത്. എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. ഒപ്പം മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, എല്ലാ മൂല്യങ്ങളും ലംഘിക്കുന്നതാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഇതിനെതിരെ സംസ്ഥാനം കൃത്യമായ നടപടികളുമായി ആസൂത്രണത്തോടെ മുമ്പോട്ട് പോകും എന്നാണ്. എതിർപ്പുമായി ശ്രീ ഭാസുരേന്ദ്ര ബാബുവും എത്തി. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗും നൽകിയത്.